നമസ്കാരം. ഈയിടെ ചില വാർത്തകൾ ശ്രദ്ധിച്ചു. അതും തുടർച്ചയായി വരുന്ന വാർത്തകൾ. കേരളം തീർന്നു, കേരളം നശിച്ചു, നാട് വിട്ടോളൂ എന്നിങ്ങനെ നെഗറ്റീവ് വാർത്തകൾ മാത്രം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ടഫ് ടൈംസ് ഓൺ ലാസ്റ്റ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കാലവും കടന്നു പോകും. അതിൻ്റെ കാരണങ്ങൾ 1980കളിൽ കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം ഇന്ത്യയിൽ 12ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ ഇന്നത് 6ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനവും. ഈ വിടവ് പണ്ട് നികത്തിയിരുന്നത് NRI പണം കൊണ്ടായിരുന്നു. ഇപ്പോൾ NRI പണത്തിൻ്റെ വരവ് കുറഞ്ഞു. എന്നാൽ ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ പണം ഇന്ത്യയിലേക്ക് തന്നെ വരുന്നത് 125 ബില്യൺ. പക്ഷെ മലയാളിയുടെ മാറിയ കുടിയേറ്റ സംസ്കാരം ഈ പണത്തിൻ്റെ ഒഴുക്ക് കേരളത്തിലേക്കുള്ളത് കുറച്ചു എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം മലയാളിയുടെ മാറിയ തലമുറയുടെ ഉപഭോക്തൃ ശീലങ്ങളിൽ വന്ന വ്യത്യാസമാണ്. അവർ പൂർണ്ണമായിട്ടും ഓൺലൈൻ വ്യാപാരത്തിലേക്ക് തിരിഞ്ഞു. ഇന്ത്യൻ റീറ്റെയിൽ ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഓൺലൈൻ വ്യാപാരം ഇപ്പോൾ $100 ബില്യൺ. അത് അടുത്ത ഏതാനും വർഷങ്ങൾക്കകം $400 ബില്യൺ വർദ്ധിക്കുമെന്നാണ് ഒരു പ്രാഥമിക കണക്ക്. ഇന്ത്യൻ ഫിസിക്കൽ മാർക്കറ്റിനെ ഓൺലൈൻ വ്യാപാരം വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതാണിപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ തന്നെ ഓൺലൈൻ മേഖലയ്ക്ക് കേരളത്തിനൊരു മേൽക്കൈയുണ്ട്. വരും വർഷങ്ങളിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയും മെറ്റാവേഴ്സും എല്ലാം കൂടിയിട്ട് കേരളം ഈ മേഖല പൂർണ്ണമായും അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങാൻ പോവുകയാണ്. കേരളം ഒരുപിടി മേഖലകളിൽ ഇപ്പോൾ സാച്ചുറേഷൻ പോയിൻറ്റിൽ കടന്നു കഴിഞ്ഞു. അതിലൊന്ന് ഭവന നിർമ്മാണ മേഖല. നമ്മുടെ കേരളത്തിലെ 3.5 കോടി ജനത്തിൽ ഭവനം ആവശ്യമുള്ള ആളുകൾ എല്ലാവരുടെയും കയ്യിൽ തന്നെ വീടുകൾ എത്തിക്കഴിഞ്ഞു. ഇനി അത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലുള്ള വീട് വാങ്ങലേ ഉള്ളൂ. അതിന് ആ പണം വരാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് വിദേശത്തു നിന്നായിരുന്നു. വിദേശത്തു നിന്നുള്ള പണമൊഴുക്കിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പുതിയ കുടിയേറ്റ നിയമം അല്ലെങ്കിൽ കുടിയേറ്റ രീതിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം കുറേ മേഖലകളിൽ സാച്ചുറേറ്റഡാണ്. നിർമ്മാണ മേഖല, വാഹന വിപണി, അതുപോലെ തന്നെ ചില വ്യാപാരങ്ങൾ. അതിൽ വാഹന വിപണിയുടെ കാര്യം നോക്കിയാൽ ഇപ്പോൾ നടക്കുന്നത് റീപ്ലേസ്മെൻറ്റ് പർച്ചേസാണ്. അതായത് മലയാളികൾക്കെല്ലാം ഒന്നിൽ കൂടുതൽ വാഹനമായി. വീടുകളുടെ കാര്യത്തിലും അതുതന്നെ, ഒന്നിൽ കൂടുതൽ വീടുകളുള്ള പല മലയാളി കുടുംബങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ വിദേശ മലയാളികളുടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാറ്റേണും മാറി. ഈവൻ ഗൾഫിൽ പോലും ഇപ്പം വീട് വാങ്ങാനും അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങാനും അതും EMIയിൽ വാങ്ങാനുള്ള സംവിധാനങ്ങളായപ്പം മലയാളിയുടെ ഇങ്ങോട്ട് നാട്ടിലേക്കുള്ള പണമൊഴുക്കിന് ഒരു സ്ലോ പേസായി കഴിഞ്ഞു. ഈയിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണതയാണ്, ചെറിയ കടകളെല്ലാം അടയുന്നു, കച്ചവടമില്ല, കടകൾ അടയുന്നു. എന്നാൽ വലിയ മാളുകൾ അതിനേക്കാൾ ആഘോഷമായിട്ട് തുറക്കുന്നു. ഒരു കാര്യം നമ്മൾ കാണാതെ പോകരുത്, കേരളം ഇപ്പോൾ ബൊട്ടീക്കുകളുടെ കാലമാണ്. എല്ലാ പഞ്ചായത്തുകളിലും 100-ലധികം ബൊട്ടീക്കുകൾ, എല്ലാ മുനിസിപ്പാലിറ്റികളിലും 500-ലധികം ബൊട്ടീക്കുകൾ, എല്ലാ കോർപ്പറേഷനുകളിലും 1000-ലധികം ബൊട്ടീക്കുകൾ. അതും അവർ ഓൺലൈനിൽ വലിയ കച്ചവടങ്ങൾ പൊടിപൊടിക്കുന്നു. വിദേശത്തു നിന്നുള്ള NRIസിൻ്റെ ഫണ്ട് അവർക്ക് നന്നായിട്ട് ഓൺലൈൻ വ്യാപാരം നടക്കുന്നു. സ്വാഭാവികമായിട്ടും ചെറിയ തുണിക്കടകൾ, നാട്ടിൻപുറങ്ങളിലെ ചെറിയ തുണിക്കടകൾക്ക് അതൊരു ക്ഷീണം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകതയാണ് വലിയ ബ്രാൻഡുകളുടെ ഷോറൂമുകൾ കേരളത്തിലെ ഓരോ ചെറു പട്ടണങ്ങളിലും വലിയ ആഘോഷമായിട്ട് തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ അവർ വലിയ ഡിസ്കൗണ്ടുകളും ഓഫർ ചെയ്യുന്നു. ഇത് നമ്മുടെ ചെറുകിട വ്യാപാര മേഖലയെ മൊത്തത്തിൽ അവതാളത്തിലാക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ ഗാർഹിക സ്വകാര്യ മേഖലയിൽ സമ്പദ്ഘടനയുടെ പ്രകടനം വളരെ മെച്ചപ്പെട്ടതാണ്. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, കേരളത്തിൽ 9000-ഓളം സ്വർണ്ണക്കടകളുണ്ട്. ആ കടകളിൽ 5 മുതൽ 10 പവൻ വരെ ദിവസം കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പോലും സമ്മതിക്കുന്നത്. മറ്റൊരു കണക്കനുസരിച്ച് 250 മുതൽ 300 ടൺ വരെ സ്വർണം ഓരോ ദിവസവും കേരളത്തിൽ കൈമറിയുന്നുണ്ട്. അപ്പം ഇതിന് പറ്റുന്ന ഒരു സാമ്പത്തിക നില കേരളത്തിൽ, ഇത് വ്യാപാരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് പറ്റുന്ന ഒരു സാമ്പത്തിക അവസ്ഥ കേരളത്തിൽ ഉണ്ട്. നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും നല്ല നികുതി പിരിവ് നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1976-86 കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത്രയധികം നികുതിക്കുള്ള സോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നില്ല,
ടി വി ഉണ്ടായിരുന്നില്ല, മൊബൈലുകൾ ഉണ്ടായിരുന്നില്ല, ഇത്രയധികം കാറുകൾ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അന്ന് നികുതി ഇതിൽ സമർത്ഥമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നും അതിൻ്റെയൊക്കെ വലിയ എത്രയോ ഇരട്ടി ഉൽപ്പന്നങ്ങൾ കേരള വിപണിയിൽ കിടന്ന് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഡിജിറ്റലായിട്ടാണെന്ന് മാത്രം. കച്ചവടം നടക്കുന്നുണ്ട്, പണം മറിയുന്നുണ്ട്, പക്ഷേ ഇത് ഓൺലൈനിൽ കൂടിയാണ് എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കേരളത്തിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ, ഇന്ത്യയുടെ സ്ഥിതി ഇത് തന്നെ. 140 കോടി ജനമുള്ള ഇന്ത്യയിൽ 7 കോടി ആളുകൾ മാത്രമേ ഇപ്പം ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ 4 കോടി ആളുകൾ ശരിക്കുള്ള ഇൻകം ടാക്സ് പോലും കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇനിയിപ്പോൾ സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, ഈ മേഖലകളെല്ലാം, അതായത് ഈ നികുതി വെട്ടിപ്പ് നടക്കുന്ന എല്ലാ മേഖലകളെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് കൃത്യമായ നികുതി പിരിവ് നടത്തുക. അല്ലാതെ പണത്തിനാവശ്യം വരുമ്പോൾ പെട്രോൾ പമ്പിലേക്കും ബിവറേജിലേക്കും ഒരല്പം ഭൂമിയുള്ള പാവപ്പെട്ട കൃഷിക്കാരൻ്റെ അടുത്തേക്കും ഓടാതെ ഈ നികുതി പിരിവ് വളരെ കൃത്യമായി നടത്തേണ്ടിയിരിക്കുന്നു. ഇനിയുള്ള കാലം നമ്മുടെ പ്രിയപ്പെട്ട കർഷകരും ഒരു കാര്യം മനസ്സിലാക്കുക, ബ്രസീലിലെ പോലൊരു നിയമമൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. അതായത് 50% ഉൽപ്പന്നങ്ങൾ പ്രാദേശിക വിപണികളിൽ നിന്ന് കോർപ്പറേറ്റുകൾ വാങ്ങി വിൽപ്പന നടത്തണം എന്നുള്ള നിയമമൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ മണ്ണിന് യോജിച്ച പുതിയ കൃഷികൾ കണ്ടെത്തുക. വർഷാവർഷം 1 സെൻറ്റിൽ 3 ലക്ഷം ലിറ്റർ വെള്ളം വീണിട്ടും ആ വെള്ളം സംഭരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ആ വെള്ളം സംഭരിച്ച് കൃഷിയോഗ്യമാക്കാൻ പറ്റാതെ, അതിനു പകരം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഇസ്രായേലിലെ കൃഷിയൊന്നും ഇവിടെ പ്രായോഗികമല്ല. കാർഷിക രംഗത്ത് ഇപ്പോൾ ഒരു വിപ്ലവകരമായ മാറ്റം നടക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ ചില വിളകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിലൊന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, റംബുട്ടാനുണ്ട്, അതുപോലെ പല കൃഷികളും കേരളത്തിലേക്ക് വരുന്നുണ്ട്. കേരളത്തിലെ മണ്ണിൽ അത് പിടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൃഷികൾ ഏതൊക്കെയാണെന്നറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഒപ്പം തന്നെ അതിന് പറ്റിയ ചില നല്ല സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെൻറ് സഹായം ചെയ്യണം. ആ സ്റ്റാർട്ടപ്പുകളിൽ ആളുകൾ പണം മുടക്കാൻ തയ്യാറാകുകയും വേണം. ഈയിടെ ഇന്ത്യയുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ യുവജനതയുടെ തൊഴിൽ വൈദഗ്ധ്യം പരമാവധി ചൂഷണം ചെയ്യാൻ പാകത്തിന് ചിപ്പ് ഡിസൈൻ പോലുള്ള പുതിയ മേഖലകളിലേക്ക് ഇന്ത്യൻ യുവജനതയെ തിരിച്ചുവിടണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിയറ്റ്നാം ചെയ്യുന്നത്. ധാരാളമായിട്ട് അവിടെ ചിപ്പ് ഡിസൈനിങ് നടക്കുന്നുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചർ അവിടെ അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കേരളത്തിലും അതിന് പറ്റുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ഈ നമ്മുടെ ആളുകളെ അതിലേക്ക് തിരിച്ചുവിടുക. വിയറ്റ്നാമിനെ കൊണ്ട് അത് സാധിക്കുമെങ്കിൽ കേരളത്തിനും അത് സാധിക്കും. കേരളത്തിൽ നല്ല മിടുക്കരായ പിള്ളേരുണ്ട്, നമ്മുടെ ആ മിടുക്കന്മാരായ പിള്ളേരെ കൊണ്ട് അത് സാധിക്കും.